എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നരച്ച മുടി കറുപ്പിക്കാൻ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. മുടി നിറക്കുന്നത് പ്രായമായതിന്റെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത്. പഴയ കാലത്തൊക്കെ 50-60 വയസ്സായവരിലാണ് സാധാരണ മുടി നിറച്ചത് കാണപ്പെടുന്നതല്ലേ. എന്നാൽ ഇന്നത്തെ കാലത്ത് 10 വയസ്സുള്ള കുട്ടികൾ മുതൽ 20-30 വയസ്സായവരിലും മുടി നിറച്ചത് കാണപ്പെടുന്നു. മുടി കറുപ്പിക്കാനായി കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു. കുറച്ച് മുടി മാത്രമേ നിറച്ചിട്ടുള്ളൂവെങ്കിലും സ്ഥിരമായുള്ള ഉപയോഗം പിന്നീട് കൂടുതൽ മുടി നിറക്കാനും ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതുപോലുള്ള ഡൈകളാവുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഇന്നത്തെ ഡൈ തയ്യാറാക്കുന്നത് ദശപുഷ്പങ്ങളിൽ പെട്ടതും പറമ്പിലും റോഡ് സൈഡിലും ഒക്കെ കാണപ്പെടുന്ന ഈ ഔഷധ ചെടിയായ ഉഴിഞ്ഞയാണ്. സംസ്കൃതത്തിൽ ഇന്ദ്രവല്ലി എന്നും അറിയപ്പെടുന്നു. പഴയ സിനിമാ പാട്ടിലൊക്കെ ഇന്ദ്രവല്ലിയെ കുറിച്ച് പാടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഉഴിഞ്ഞ കൊണ്ട് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉഴിഞ്ഞ എടുത്തിട്ടുണ്ട്. ദശപുഷ്പത്തിൽപ്പെട്ട ഒരു പ്രധാന ഔഷധ ചെടിയാണ് ഉഴിഞ്ഞ. ഉഴിഞ്ഞ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഇലകളുടെ തുടക്കത്തിൽ സ്പ്രിങ് പോലെ കാണാം. ഇതിൻ്റെ ഇല ഇതുപോലെയാണ് ഉണ്ടാകുക. താളിയായിട്ട് പണ്ടൊക്കെ ഉഴിഞ്ഞ വള്ളി ഇടിച്ചു പിഴിഞ്ഞ് ഉപയോഗിച്ചിരുന്നു. തലയിലെ അഴുക്ക് പോകാനും മുടി വേരുകൾക്ക് ബലം കിട്ടാനും താരം പോകാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും. ചെമ്പരത്തി താളിയോടൊപ്പം ഉഴിഞ്ഞ കൂടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. പണ്ടത്തെ സ്ത്രീകൾക്ക് മുടി കൊഴിച്ചിലോ താരനോ അകാല നരയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ സ്ത്രീകൾക്കൊക്കെ നല്ല മുടിയായിരുന്നു, അതുപോലെ തന്നെ നല്ല കറുപ്പും ഉണ്ടായിരുന്നു. ഉഴിഞ്ഞ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നല്ല വൃത്തിയാക്കി എടുക്കണം. നമുക്ക് ഡൈ ഉണ്ടാക്കാൻ ഇത് ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഉഴിഞ്ഞ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉഴിഞ്ഞയുടെ ഇലക്കും വേരിനൊക്കെ നല്ല ഗുണമാണുള്ളത്. അതുകൊണ്ട് ഈ വേരടക്കമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ആയുർവേദ എണ്ണയിലെ നീലിഭൃംഗാദി വെളിച്ചെണ്ണയിൽ ചേർക്കുന്ന പ്രധാന ചേരുവയാണ് പച്ച നെല്ലിക്കയും കയ്യോന്നിയും അതുപോലെ തന്നെ ഉഴിഞ്ഞ വള്ളിയും. ഇത് 3 സമൂലം ചേർത്തിട്ടാണ് നീലിഭൃംഗാദി എണ്ണ കാച്ചിയെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഉഴിഞ്ഞ അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ കുറച്ച് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉഴിഞ്ഞ ഇട്ട് കൊടുക്കാം. ഇനി അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഉഴിഞ്ഞ ഇതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പച്ച കളറാണ് കിട്ടിയിട്ടുള്ളത്. നല്ല താളിയുടെ രൂപത്തിലാണ് ഉള്ളത്. ഇനി ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഉഴിഞ്ഞയുടെ ജ്യൂസ് കൊണ്ട് ഡൈ മിക്സ് ചെയ്തെടുക്കാം. ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഡൈ മിക്സ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് ചട്ടിയാണ്. അതാകുമ്പോൾ നല്ല കറുപ്പ് കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഡൈക്ക്. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയിൽ അടങ്ങിയ വിറ്റാമിൻ സി കൊളാജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനും നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. നെല്ലിക്കപ്പൊടിയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മൈലാഞ്ചി മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടി കൊഴിച്ചിൽ കുറക്കാനും തലയിലെ താരം മാറുന്നതിനൊക്കെ മൈലാഞ്ചി നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ കയ്യോന്നിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 പൊടിയും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കയ്യോന്നിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തലയിലെ ചൊറിച്ചിൽ മാറാനും താരം മാറാനും വളരെ നല്ലതാണ്. മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കയ്യോന്നി നല്ലതാണ്. ഇനി 3 പൊടിയും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡൈ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉഴിഞ്ഞ കൊണ്ടുള്ള ഈ ജ്യൂസ് ഉണ്ടല്ലോ, ഈ ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡൈ ആകെ ലൂസായി പോകും. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പൊടിയും ഈ ജ്യൂസും ചേർന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഡൈ ഇതാ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മളെപ്പോഴും ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് എപ്പോഴും നല്ലത്. കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിക്കുമ്പോൾ പലതരം അലർജി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വരും. നമുക്ക് കുറച്ച് മുടി മാത്രമേ നരച്ചിട്ടുള്ളെങ്കിലും പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള മുടി കൂടി നിരക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡൈ മൂടി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കാം എത്രത്തോളം ഡൈ കറുപ്പ് വന്നിട്ടുണ്ടെന്ന്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉഴിഞ്ഞ കൊണ്ടുള്ള ഹെയർ ഡൈ ഇതാ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത്. നമ്മളിത് മുടിയിൽ തേച്ചിട്ട് മാക്സിമം 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ തല കഴുകാൻ പാടുള്ളൂ. തല കഴുകി കഴിഞ്ഞതിന് ശേഷം സോപ്പോ ഷാമ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളിത് ആഴ്ചയിൽ 2 തവണയാണ് തേക്കേണ്ടത്. പിന്നീട് മാസത്തിൽ 1 തവണ തേക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോഴേക്കും നമ്മുടെ മുടിയുടെ കളറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണിത്. നമുക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡ് സൈഡിലൊക്കെ ഇത് പടർന്നിട്ട് കാണാം വള്ളിയായിട്ട്. നമുക്ക് ഈ ഹെയർ ഡൈ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമായാലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും നല്ലൊരു കളറ് കിട്ടും. നമുക്കങ്ങനെ അലർജി പ്രശ്നങ്ങളൊന്നും വരില്ല. ഉഴിഞ്ഞ കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ തലക്ക് നല്ല തണുപ്പ് കിട്ടാനും ഉറക്കം കിട്ടാനും ഒക്കെ നല്ലതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഉഴിഞ്ഞയുടെ ജ്യൂസ് ബാക്കി വന്നതാണിത്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ദിവസവും തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടി നല്ല കറുപ്പ് കിട്ടാനും താരം മാറാനും തലയിലെ ചൊറിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ്. നമുക്കിത് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഡൈ തേച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോപ്പോ ഷാമ്പോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉഴിഞ്ഞയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതാ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡൈ തേച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ജ്യൂസ് കൊണ്ടുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഇതുകൊണ്ട് തല കഴുകിയാൽ മതി. എന്നാൽ നമ്മുടെ തലയിലുള്ള ചൊറിച്ചലും താരനും ഒക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. മുടി നല്ല വൃത്തിയാവുകയും ചെയ്യും. നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഉഴിഞ്ഞ വള്ളി. ഷാമ്പു ഇട്ട് കുളിക്കുന്ന എഫക്റ്റ് കിട്ടും നമുക്കിത്. തലക്ക് നല്ല തണുപ്പും കിട്ടും, നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും തന്നെ മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.